ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒരു ബിൽഡർ ചില സമയത്ത് അവർക്ക് ബിസിനസ് നഷ്ടപ്പെടുന്നത് അവരുടെ പ്രൈസിങ്ങോ അല്ലെങ്കിൽ ലൊക്കേഷനോ കാരണമല്ല, അവർ റോങ് തിങ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. പല ബിൽഡേഴ്സും ലക്ഷങ്ങൾ മുടക്കിയാണ് നല്ല ഗ്ലോസി പേപ്പറിൽ ബ്രോഷറൊക്കെ പ്രിന്റ് ചെയ്യുന്നതും. ഇത് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്താലും പകുതി ആൾക്കാരും ഇതിനെ കൊണ്ട് ട്രാഷിൽ കളയാറാണ് പതിവ്. 60 പേജുകളുള്ള ബ്രോഷേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ആരാണിരുന്ന് വായിച്ചു നോക്കുന്നത് ഇത്രയൊക്കെ? നമ്മളിപ്പോൾ വീഡിയോ ചെയ്താൽ തന്നെ വാട്സാപ്പിൽ വലിയ സൈസുള്ള വീഡിയോസൊക്കെ എടുത്തയക്കും. ചിലർക്ക് ഡൗൺലോഡ് ആവും, ചിലർക്ക് ഡൗൺലോഡ് ആവത്തില്ല. അത് അവിടെ വെച്ചിട്ട് മേ ബി ലൂസ് ആവാം. ഇനി അഥവാ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞ് വന്നാൽ തന്നെ പലപ്പോഴും ഒരു ഫിനാൻഷ്യൽ റിക്വയർമെന്റ് വരുമ്പോൾ നേരെ ബാങ്കിന്റെ ഒരു അസോസിയേറ്റ് കാണും, ആ അസോസിയേറ്റിലേക്ക് ഫോർവേഡ് ചെയ്യും. അവരെപ്പോഴും ശ്രമിക്കുന്നത് ആ ബാങ്കിന്റെ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യാനാണ്. കാരണം ആ ബാങ്കിന്റെ എംപ്ലോയി വർക്ക് ചെയ്യുന്നത് ബാങ്കിന് വേണ്ടിയിട്ടാണ്, ബിൽഡറിന് വേണ്ടിയിട്ടല്ല. ആരും തുറന്നു നോക്കാത്തൊരു ബ്രോഷറിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ലക്ഷങ്ങൾ നമ്മൾ മുടക്കുന്നത്. ഈ 2026-ൽ നമുക്കൊരു ഡിഫറെൻറ്റ് അപ്രോച്ച് ട്രൈ ചെയ്യാം. നമ്മൾ ഈ ലക്ഷങ്ങൾ മുടക്കി ബ്രോഷർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ, അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കിയിട്ട് നമുക്ക് നല്ലൊരു ലാൻഡിംഗ് പേജ് ഡിസൈൻ ചെയ്യാം. കുറച്ചുകൂടെ ആൾക്കാർക്ക് ഈസി ആയിരിക്കും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവർക്ക് ആ പ്രൊജക്റ്റിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനും. അപ്പോൾ ഒരു പ്രോസ്പെക്റ്റിന് അയച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു ലാൻഡിംഗ് പേജിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഒരു വാക്ക് ത്രൂ വീഡിയോ ഡെഫിനറ്റ്ലി ക്രിയേറ്റ് ചെയ്യുക. ആ വാക്ക് ത്രൂ വീഡിയോ കാണുമ്പോൾ തന്നെ ആ പ്രൊജക്റ്റിനെ പറ്റിയുള്ള കംപ്ലീറ്റ് പിക്ചർ, എത്ര ടൈപ്പ് ഫ്ലാറ്റ് ഉണ്ട്, എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്, എന്തൊക്കെ അമ്യൂണിറ്റീസ് ഉണ്ട്, ആ ഒരു പ്രൊജക്റ്റ് ഇരിക്കുന്ന ലൊക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നെല്ലാം വെച്ചിട്ട് ഒരു വാക്ക് ത്രൂ വീഡിയോ. ഈ വീഡിയോ ഡയറക്റ്റ് അയച്ചു കൊടുക്കുകയും ചെയ്യരുത്. ഇതിനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക. അതിൻ്റെ ഒരു ലിങ്ക് വേണം എപ്പോഴും കസ്റ്റമറിന് അയച്ചു കൊടുക്കാൻ. അതിലും സെയിൽസ് ടീം ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഒരു ഫോർവേഡ് മെസ്സേജ് ആയിട്ട് ഒരിക്കലും ഈ ക്ലയന്റിന് ഈ ലിങ്ക്സ് അയക്കാണ്ടിരിക്കുക. യൂട്യൂബിൽ ഈ ഒരു കസ്റ്റമർ ആ ഫുൾ വീഡിയോ കാണുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അയാളുടെ യൂട്യൂബിൽ ബാക്കി പ്രൊജക്റ്റിനെ പറ്റിയുള്ള വീഡിയോസ് വരും. അപ്പോൾ കുറച്ചുകൂടെ ആ ഒരു ബിൽഡറിന് അഗെയിൻസ്റ്റുള്ള ട്രസ്റ്റ് ബിൽഡ് ആവും. അഥവാ അവർക്ക് നെറ്റ് ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും യൂട്യൂബ് അതിനനുസരിച്ച് സ്കെയിൽ ചെയ്യുമ്പോൾ അവർക്ക് ഏത് സ്ഥലത്ത് നിന്നായിരുന്നാലും ആ വീഡിയോ നല്ല രീതിയിൽ കാണാൻ പറ്റും. അടുത്തത്, ഫോളോ അപ്പ് കോൾ എപ്പോഴും ചോദിക്കേണ്ടത് വാക്ക് ത്രൂ വീഡിയോ കണ്ടോ എന്നുള്ളതായിരിക്കണം. വാക്ക് ത്രൂ വീഡിയോ കണ്ട് ക്ലയൻറ്റ് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇൻവൈറ്റ് ദം ഫോർ എ കോഫി. എന്നിട്ട് പറയാം, നമ്മുടെ ഫിനാൻഷ്യൽ എക്സ്പേർട്ട് നിങ്ങളെ പ്രോപ്പറായിട്ട് ആ ഫണ്ട് റേസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ടീമുള്ളൊരു ഫിനാൻസ് എക്സ്പേർട്ടിനെ വെച്ചിട്ട് ആ ക്ലയൻറ്റിൻ്റെ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കി ഒരു പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കുക. ഒരു ബാങ്കിൻ്റെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നതിലുപരി എങ്ങനെ ഒരു കറക്റ്റ് രീതിയിൽ അവർക്ക് വലിയ ഫിനാൻഷ്യൽ ഹെഡേക്സ് വരാണ്ട് ഫണ്ട് റേസ് ചെയ്യാം എന്നുള്ള രീതിയിൽ അവരെ ഗൈഡ് ചെയ്യുക. അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക, ഒരു ബാങ്കുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ആൾക്കാർ ട്രാഷിൽ കൊണ്ട് കളയുന്ന സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാശ് മുടക്കാണ്ട് കൺവേർഷന് ചാൻസ് ഉള്ള സാധനങ്ങളിൽ കൂടുതൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുക. ലാൻഡിംഗ് പേജ്, യൂട്യൂബ് വീഡിയോസ്, ഒരു ഫിനാൻസ് എക്സ്പേർട്ട്. I think that's how we will convert more leads in 2026.